നമസ്കാരം. ടാറ്റ മോട്ടോഴ്സ് ഈ മാസം 2023 മോഡൽ വർഷം നിർമ്മിച്ച കാറുകൾക്ക് ലക്ഷങ്ങളുടെ കിഴിവ് അവതരിപ്പിക്കുന്നതായാണ് റിപ്പോർട്ട്. സഫാരി, ഹാരിയർ, നെക്സോൺ, പഞ്ചർ, ടിയാഗോ, ആൾട്രോസ്, ടിഗോർ തുടങ്ങിയ മോഡലുകളിലാണ് കമ്പനി കിഴിവ് വാഗ്ദാനം ചെയ്യുന്നത്. പല ടാറ്റ ഡീലർമാർക്കും ഈ കാറുകളുടെ 2023 വർഷത്തെ സ്റ്റോക്ക് ശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാസം കർവ് ഒഴികെ ഏതാണ്ട് മുഴുവൻ ടാറ്റ ICE മോഡലുകൾക്കും വൻ കിഴിവുകൾ ലഭിക്കുന്നത്. ടാറ്റ സഫാരി SUVക്ക് 3.70 രൂപ കിഴിവ് നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതിനെക്കുറിച്ച് വിശദമായി നോക്കാം. രാജ്യത്തെ ചില ടാറ്റ മോട്ടോഴ്സ് ഡീലർമാരുടെ പക്കൽ ഇപ്പോഴും പ്രീ ഫേസ് ലിഫ്റ്റ് സഫാരിയുടെ സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ ഡിസംബറിൽ ഈ മോഡലിന് കൂടുതൽ കിഴിവുകൾ ലഭ്യവുമാണ്. എക്സ്റ്റേജ് അല്ലെങ്കിൽ സ്ക്രാപ്പേജ് ബോണസിനൊപ്പം ഡീലർമാർ മൊത്തം 3.70 ലക്ഷം രൂപ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 2023 നിർമ്മിക്കുന്ന ഈ പുതിയ മോഡലിന് 2.70 ലക്ഷം രൂപ വരെ കിഴിവും ലഭിക്കുന്നുണ്ട്. അതേസമയം സഫാരിയുടെ 2024 മോഡലിന് 45,000 രൂപ മാത്രമാണ് കിഴിവ് ലഭിക്കുന്നത്. സഫാരിയിൽ പുതിയ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, ഡാഷ്ബോർഡിലെ ടച്ച് അധിഷ്ഠിത HVAC നിയന്ത്രണങ്ങൾ, പുതിയ 12.30 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, നാവിഗേഷൻ കാണിക്കാൻ കഴിയുന്ന അപ്ഡേറ്റ് ചെയ്ത 10.25 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഈ SUVയിലെ ഡ്രൈവർ സീറ്റ് മെമ്മറി സവിശേഷതകൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ആയി ക്രമീകരിക്കാനും കഴിയും. ഹർമൻ ഓഡിയോ വർക്സിനൊപ്പം 10 JBL സ്പീക്കർ സൗണ്ട് സിസ്റ്റവും ഉണ്ട്. 167.6 bhp കരുത്തും 350 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2.0 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് സഫാരിയിലുള്ളത്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായി എഞ്ചിൻ ജോഡിയാക്കിയിട്ടുണ്ട്. ഇക്കോ, സിറ്റി, സ്പോർട്ട് എന്നിവ ഉൾപ്പെടുന്ന 3 ഡ്രൈവ് മോഡുകളും ഇതിന് ലഭിക്കുന്നുണ്ട്. ഇവ കൂടാതെ നോർമൽ, റഫ്, വൈറ്റ് എന്നീ 3 ട്രാക്ഷൻ മോഡുകളും ടാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഭാരത് NCAP ക്രാഷ് ടെസ്റ്റിൽ സഫാരി SUVക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. മൾട്ടി എയർ ബാഗുകൾ ഈ SUVയിൽ ലഭ്യമാണ്. ഇത് ലെവൽ 2 ADAS സാങ്കേതിക വിദ്യയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റ് സുരക്ഷാ ഫീച്ചറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ABS, ESP വിത്ത് EBD, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ക്രൂയിസ് കൺട്രോൾ, ഡ്രൈവർ അറ്റൻഷൻ അലേർട്ട്, ഹിൽ ഡിസെന്റ് കൺട്രോൾ, എമർജൻസി കോള്, ബ്രേക്ക് ഡൗൺ അലേർട്ട് തുടങ്ങിയ ഫീച്ചറുകളും ഉൾപ്പെടുന്നുണ്ട്. ടാറ്റയുടെ ഐതിഹാസിക വാഹനമാണ് സഫാരി. 1998 മുതൽ വിപണിയിൽ ഉണ്ടായിരുന്ന സഫാരിയുടെ നിർമ്മാണം 2019 ടാറ്റ അവസാനിപ്പിച്ചിരുന്നു. ഹാരിയറിനെ അടിസ്ഥാനമാക്കി ഒരു 7 സീറ്റ് SUV പുറത്തിറക്കിയപ്പോൾ ടാറ്റയ്ക്ക് മറ്റൊരു പേര് ആലോചിക്കേണ്ടി വന്നില്ല. അങ്ങനെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2021 സഫാരി വീണ്ടും വിപണിയിലെത്തിയിരുന്നു. 2ാം തലമുറ സഫാരിയുടെ ആദ്യ മുഖം മിനുക്കലാണ് പുതിയ മോഡല്. ടാറ്റയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ സഫാരിക്ക് വ്യത്യസ്തമായ ഐഡന്റിറ്റി നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗ്രില്ലിൽ മുകളിൽ ബോണറ്റിനോട് ചേർന്നാണ് ഫുൾ ലെങ്ത് LED ലൈറ്റ് ബാർ. ഡേ ടൈം റണ്ണിംഗ് ലാമ്പും ഇൻഡിക്കേറ്ററും ഇതിൽ തന്നെ. ഹാരിയറിന്റെ ഗ്രിൽ സ്പിറ്റ് ഡിസൈൻ ആണെങ്കിൽ സഫാരിയിലേത് സിംഗിൾ ആണ്. കൂടാതെ ഗ്രില്ലിന് ബോഡി കളറും നൽകിയിട്ടുണ്ട്.